ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മ്യൂസിയം കാണാനായിട്ട് പോകണതാണ് ന്യൂ കാസ്റ്റിലുള്ള. അതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് മറന്നുപോയി. നിങ്ങൾക്ക് ഓർമ്മ എൻ്റെ പേരെന്താണെന്നുള്ളത്? ബ്രിട്ടീഷ് മ്യൂസിയം അല്ല, അത് അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് വേണം നോക്കാൻ ഏതാണെന്നുള്ളത്. അതേപോലെ പാരൻസ് വന്നിട്ട് അവരെയും കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും അവരെയും കാണിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ന്യൂ കാസ്റ്റിൽ മാച്ച് എന്തോ നടപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഉണ്ട്. മൊത്തത്തിൽ ഇവിടെ തിരക്കാണ്. അതേപോലെ ഇന്ന് നല്ല സ്നോ ഡേ ആണ് കേട്ടോ. സ്നോ ഒക്കെ പെയ്തത് ഇവിടെയൊക്കെ ഇങ്ങനെ വഴിയിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതേ ഉണ്ടോ? ഹായ് പറ. ഹായ്. എല്ലാവരും തണുത്ത് വിറച്ച് ഇങ്ങനെ ഇരിക്കണേണ്. തണുപ്പുണ്ടല്ലേ അത്യാവശ്യം? ഇന്ന് -3 ആണിന്ന്. അതുപോലെ പയ്യൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഹാപ്പി ഉറക്കത്തിലായതുകൊണ്ട് വിളിച്ചണിപ്പിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കളി കാണാനായിട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ്. അതൊരു പള്ളിയാണ് കാണണം. പക്ഷെ അതെപ്പോഴും അടച്ചിടും. ഈ ലെടിയാപ്പള്ളി എപ്പോഴും അടച്ചിടത്തില്ലേ? ഈ കാണുന്നൊരു പള്ളിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങളെപ്പോൾ പോയാലും ആ പള്ളി അടച്ചിടും. അത്യാവശ്യം ഫേമസ് ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ന്യൂ കാസ്റ്റലിൻ്റെ. പക്ഷേ അതെന്താ സംഭവം എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു ദിവസം തുറക്കുമ്പോൾ കയറി കാണണമെന്നുണ്ട് എന്തായാലും അവിടെ. ഇതാണ് ആ പള്ളി. അത്യാവശ്യം ലുക്ക് പള്ളിയാണ് കേട്ടോ. പണ്ടത്തെ ആർക്കിടെക്റ്റാണ്. കളിയായതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ബാറെല്ലാം ഫുള്ളാണ്. എല്ലാ ബാറിലും ആളുണ്ട് അല്ലേ? ആള് തണുത്ത് വിറച്ച് കിള്ളി പോയിട്ടിരിക്കണേ. അതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് തണുത്തിട്ട്. പക്ഷെ വെയിലുണ്ടെങ്കിലും ആ വെയിൽ കൊള്ളുമ്പോഴുള്ളൊരു സുഖമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ വെറുതെ മരം പോലെ ഇരിക്കണം. ഞാനാണെങ്കിൽ ഗ്ലൗസ് കൊടുത്തില്ല. ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും പെട്ടെന്ന് വന്നൊരു തണുപ്പായിരുന്നു. മരങ്ങളുടെയൊക്കെ ഇലയെല്ലാം പോയി കിടക്കണേ ഇവിടെ. കണ്ടോ? ഒറ്റ മരത്തിൻ്റെ ഇലയില്ല, 1-2 കേട്ടോ. അത് പോകാത്ത ടൈപ്പായിരിക്കും. പക്ഷെ ബാക്കി എല്ലാ സമ്മർ ടൈമിൽ ഇതെല്ലാം നല്ല ഇലയൊക്കെ ഒന്ന് ഭംഗി. പക്ഷെ ഇപ്പം എല്ലാത്തിൻ്റെയും കണ്ടോ ഇലയൊക്കെ പോയിരിക്കുക. വിൻ്റർ അല്ലേ? ഏകദേശം നമ്മുടെ മ്യൂസിയം എത്താറായിട്ടുണ്ട്. എന്താ റോഡിൽ ഇവിടെ ഐസ് കിടപ്പുണ്ട്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ തെന്നും. പക്ഷെ ഐസ് ഇല്ലാണ്ട് കുറേ ക്ലിയർ ആയിട്ടൊരു ഏരിയയും കിടപ്പുണ്ട്. മമ്മി അപ്പോൾ ആ ഏരിയ കൂടി ബുദ്ധിപൂർവ്വം നടന്നുകൊണ്ടിരിക്കണമെന്നാണ് ഇവൾ പറഞ്ഞത് അല്ലേ? യെസ്. കണ്ടോ കണ്ടോ? സമ്മറിലൂടെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ പറഞ്ഞാൽ അന്ന് പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഫോട്ടോ ഇട്ടില്ലേ? അത് ഈ ഭാഗത്താണ്. ഇവിടെ മൊത്തം ചെളിയൊക്കെ കിടക്കണേ. തെന്നി വീഴാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇവിടെ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങണേ. ആംബുലൻസോ പോലീസോ വണ്ടി എന്തോ വന്നുണ്ട് കുറേ കൂടി. നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷേ യെസ്, ഫൈനലി അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട്. ഇന്ന് ക്ലോസ് ആണോ അല്ലയോ എന്നുള്ളത് പോയി കഴിയുമ്പോൾ അറിയാം അല്ലേ? 2-3 പേരൊക്കെ ഇത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ നിന്ന്. നോക്കാം നമുക്ക്. സിഗ്നൽ ഇടാം ആംബുലൻസ് വന്നു. ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട് ഇവിടെ കൂടി. എല്ലാവരും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാൻ. എല്ലാ തണുപ്പില്ല. ഇന്നലത്തെ മിഞ്ഞാന്നിന്റെ അത്ര ഇല്ല അല്ലേ? ഡ്രൈ ആയിട്ടിരിക്കുന്നൊക്കെ. ഇതാ കാണുന്നതാണ് നമ്മളുടെ മ്യൂസിയം. തുറന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. നെറ്റിൽ നോക്കിയില്ല. ഞാൻ നോക്കിയപ്പോൾ ക്ലോസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഓപ്പൺ ആയിരിക്കും. പിന്നെ ഇന്ന് കളികളുണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓപ്പൺ ആയിരിക്കും. രണ്ടുപേരും ഇതേ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഒരു ഫോട്ടോ എടുത്തേ. ഒരു വീഡിയോ ഇല്ല ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തേ. ഭയങ്കര തണുപ്പാണെന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫർ കാജൽ.
ഓക്കെ, ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. സ്റ്റെപ്പാണോ അവിടെ? ഫുള്ള് മഞ്ഞാണ്ടോ ഇവിടെ, വേണ്ട. അങ്ങനെ സ്റ്റെപ്പ് കയറി. പ്രാമ് കയറ്റാനായിട്ട് കുറച്ച് പാടായിരുന്നു, തള്ളി കയറ്റാനായിട്ടുള്ള സെറ്റപ്പ് ഇല്ല, സ്റ്റെപ്പായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യേണ്ട ഒന്ന്. എന്നതേ അല്ല എന്നെ ഇവനതേ എൻ്റെ കയ്യിൽ തന്നിട്ട് അവരതേ നടന്നു പോയിട്ടോ. ഇതാണ് മ്യൂസിയം, ദ ഹാങ്കോക്ക് മ്യൂസിയം. എങ്ങനെയുണ്ട് സംഭവം? ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ ഇതിന് മുന്നേ വന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങളെയും കൂടി കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഞാൻ അന്നേരം വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇവരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തേടി, ലൈറ്റ് പോയില്ലെങ്കിൽ. എല്ലാവരും ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കാം, ഉള്ളിൽ കയറി കാണുന്നതിന് മുന്നേ തന്നെ. ഇവിടെ നിന്നോ? ഇവിടെ ഇരിക്കണേ നല്ലത്. ഇറങ്ങി ബാക്കിൽ നിന്ന് അറിയാം, എന്നാലും ഫുള്ള് കിട്ടും. ശരി, ലോങ്ങിൽ നിന്നിട്ട്. ഇതാണ് നമ്മുടെ മ്യൂസിയം. എങ്ങനെയുണ്ട് സംഭവം? എല്ലാ സമയത്തും നമ്മളുടെ കാജലാണ് ഫോട്ടോഗ്രാഫർ. ഞാൻ അങ്ങനെ കറങ്ങി കയറണോ അല്ലേ? ഇവനെ കാണിക്കാൻ പറ്റൂലല്ലോ, ഇവന് ഉറങ്ങിപ്പോയല്ലോ. ഇവിടെ നമ്മളെ മൈൻഡൊന്നുമില്ല, എല്ലാവരും കയറിപ്പോയേക്കണേ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയല്ലെന്ന്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ഡോറല്ലേ? ഓ, കയറി ചെല്ലുമ്പോൾ തന്നെ അതെ നമ്മുടെ അരിക്കൊമ്പൻ്റെ എന്താണ് മോഡലാണ് വെച്ചേക്കണേ ഇവിടെ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു. ഇതൊന്നും കഴിഞ്ഞ തവണ നമ്മൾ കണ്ടില്ല. കടൽ കുതിരയുടെ എന്തോ സംഭവം ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. ലാസ്റ്റ് ഷോ ഓഫ് 2025 കണ്ടോ. കുറേ മീനിൻ്റെയൊക്കെ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണുണ്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാം കൂടി ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എന്നാലും മാക്സിമം വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചത്. എന്തേ നോക്കി, പല്ലിയോ? ഇതെന്ത് സാധനമാടി? എട്ടാലി പല്ലി. കടൽ കുതിരയോ? നമുക്ക് എങ്ങനെ പോകണ്ടേ? ഈ എത്തത്തൊന്ന് പോകാനാ? അങ്ങനെയാണേലും കാണാം. വേഗം കണ്ടിറങ്ങാം. വാ. അവനെ നീറ്റില്ല ഇതുവരെ. ഇതെന്താ കടലാമയുടെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കണ വലുത്? ഇതെന്താടി കടലാമ? പക്ഷെ ഇതൊന്നും ഫോസിലല്ലേ ശരിക്കും അല്ലേ? വാവ്, നൈസ്. ഇതുണ്ടോ? അതേ ഫോട്ടോ എടുത്തു തരാമല്ലോ. സോറി, ഫോട്ടോ എടുത്തു കൊടുത്തു. ഫ്രണ്ട് ക്യാമറ ഇട്ടോ. അതൊക്കെ ഫോസിൽസ് ആണോ അല്ലേ? ഒറിജിനൽ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഒരു ഭീകര ഞണ്ടിൻ്റെ ഫോസിലാണ് കാണുന്നത്. ഇത് വീഡിയോയിൽ എന്തോരം ഉണ്ടെന്ന് അറിയില്ല, അത്യാവശ്യം വലുതാണ് കേട്ടോ. ഈ സാധനത്തിൻ്റെയൊക്കെ മോഡലുണ്ട്. വാമ്പിയർ സ്ക്വിഡ്. ഇതാണ് വാമ്പിയർ സ്ക്വിഡ് എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഇത് ഫോസിലല്ല, ഇത് അവർ ഡെമോ എന്തോ ഉണ്ടാക്കിയിരിക്കണം. പക്ഷെ ഇത് അതിൻ്റെ ഒറിജിനലാണെന്ന് തോന്നുന്നു കേട്ടോ. സ്കെൽറ്റൻ സംഭവങ്ങളായിട്ട് ഐസേജ് മുതൽ അയൺ ഏജ് വരെയുള്ളത്. അതിലെന്ത് സംഭവങ്ങൾ കൂടെ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഏതോ മാനിൻ്റെ കൊമ്പ്. ലാസ്റ്റ് ഐസേജ് 10,000 BC കണ്ടോ ഇത്. അതിൻ്റെ ഫോസിൽസും കാര്യങ്ങളും. എൽബോ, അതേപോലെ തന്നെ പല്ലൊക്കെ കണ്ടോ. ആ കാലത്തുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ. നമ്പർ 1 എന്തെന്നാടി? സ്റ്റോൺ യൂസ്ഡ് ടു പ്രിപ്പയർ സീൽ സ്കിൻ. ഓ, അടിപൊളി ഫോസിലാണല്ലോ. നമുക്ക് തൊടാൻ തോന്നണല്ലേ?
ഐറിഷ് ടീ നമുക്കിവിടെ തൊടാട്ടാ, കുഴപ്പമൊന്നുമില്ല. തൊട്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടുത്തെ മ്യൂസിയങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അടുത്തതാണ് അടിപൊളി സംഭവം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ട എണീപ്പിക്ക് എനക്കടത്തിൽ ചുമ്മാ അവനും കൊണ്ടുവന്നിട്ട്. അയ്യോ ഇത് അത്യാവശ്യം വലുതാണ് ഈ ഫോസിൽ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കാം. അയ്യോ ഇതിൻ്റെ പല്ലൊക്കെ കണ്ട. വേണ്ട, എങ്ങാനും ഇളകി വന്ന പണിയാണ് ഈ സാധനം. ഇത് അടിപൊളി സാധനം കേട്ടോ. ഇത് ഫോസിലാണ്. ഡൈനോസറിൻ്റെ കാലത്തുള്ളത് ഓരോ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓ ഇതൊക്കെ അതിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കണേ. അതൊക്കെ ഫോസിൽസ് ഉണ്ടോ. ആ ഹാർവി ഹാർവി ആ ജോ 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 വാവ് 200 ഇതുണ്ടോ ഒരു വലിയ മീനാണ്ടോ, കണ്ടിട്ട് പിലോപ്പി പോലെ ഉണ്ട്. ഇത് വലിയൊരു ഗ്ലാസ് ജാറിൽ ഇത് സൊല്യൂഷനിൽ മുക്കിയിട്ടേക്കണേ അഴുകി പോകാണ്ടിരിക്കാനായിട്ട്. കുറേ റെപ്ലിക്ക മോഡലൊക്കെ ഇത് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ മീനിൻ്റെ. അതേപോലെ തന്നെ ഇത് വേറെയും കുറേ ഫോസിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാണാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇതെന്തായാലും ഫസ്റ്റ് ഫ്ലോർ ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലത്തെ നിലയുണ്ട്. പക്ഷെ എന്തോരം എനിക്ക് വീഡിയോയിൽ കവർ ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. ഈ മീൻ നോക്കിയ വലിയൊരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കണേ. ഇതൊരു മീനിൻ്റെ തിമ്മിങ്കലം അല്ല ഇത്. ഇതിൻ്റെ എവിടെയാണ് എഴുതി വെച്ചേക്കണ? ചില്ലിംഗം വൈറ്റ് കാറ്റ്. അയ്യോ ഈ സംഭവത്തിന് നോക്കിയേ, നമ്മുടെ വൈറ്റ് കാറ്റിൽ. എന്തെന്നാടി ഇത് വൈറ്റ് കാറ്റിലോ? ചില്ലിംഗം അതെന്താ പ്രത്യേകത? ചില്ലിംഗം സ്ഥലത്തിന്റെ പേരാ. ചില്ലിംഗത്തിന്റെ പിടിക്കാൻ പോകുന്നവൻ. ആ പശു കറവക്കാരനാവുക. ഇവിടെ വാ. ഓ ഇൻസെക്റ്റിനെ പിടിക്കാൻ നോക്കിയ ഏതോ ഒരു ബേഡാണ്. എൻ്റെ പേര് എനിക്കറിയത്തില്ല. ഓ നമ്മുടെ ഔളിനെ കണ്ടോ, മൂങ്ങ. അതിൻ്റെ കണ്ണിൻ്റെ ഒക്കെ പെർഫെക്ഷൻ നോക്കിയാൽ ഫെദറൊക്കെ ഒറിജിനൽ കേട്ടോ. സ്റ്റഫ് ചെയ്ത് വെച്ചാൽ എങ്ങനെ കണ്ണിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഇത് ചെറിയ നമ്മുടെ എലി ഉണ്ടോ, വീഡിയോയിൽ അത് മനസ്സിലാവില്ല. ഇതിൻ്റെ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ മഞ്ഞ്. രണ്ടുപേരും ഇവിടെ സ്നോമാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആരെടി ഉണ്ടാക്കണ? സ്നോമാനാ? സ്നോമാനാണോ വുമനാണോ? നിനക്ക് ആരെയുടെ ഉണ്ടാക്കണ്ട? അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ പോകുന്നതാണ്. തണുപ്പ് കൂടി തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ 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 ബൈ. ഓക്കെ ഗൈസ് ബൈ.